സൂപ്പർ കൺമണിയുടെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൃഷിനോട് സമാധാനമായിരിക്കാൻ പറഞ്ഞ് മനസ്സ് റിലാക്സ്ഡ് ആകാനുള്ള ടിപ്സൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം കൃഷിൻ്റെ മുഖത്ത് നോക്കി സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കൺമണി. ഈ സമയം നീയല്ലാതെ എങ്ങനെയൊന്നും ആരും ചെയ്യില്ല എന്നും എനിക്ക് നിന്നെപ്പോലെ ഒരാളെ കിട്ടിയത് വളരെ ഭാഗ്യമാണെന്നും ഞാൻ നിന്നെ ഒരുപാട് ദ്രോഹിച്ചുവെങ്കിലും അതൊന്നും കണക്കിലെടുക്കാതെ എന്നെ ഒരുപാട് തവണ സഹായിച്ചുവെന്നും ഇപ്പോൾ ദേ എൻ്റെ അനിയത്തെ രക്ഷിച്ചുവെന്നും നീ ശരിക്കും ഒരത്ഭുതമാണ് കൺമണി എന്നും കൃഷി പറയുന്നുണ്ട് കേട്ടോ. നിനക്ക് പകരമാകാൻ ആർക്കും കഴിയില്ല എന്നും പറയുന്നുണ്ട്. ഇതേസമയം സാഗറും സുജയും അങ്ങോട്ട് വരികയാണ്. സാഗർ ബലരാമൻ വന്നിരുന്നുവെന്നും അവൻ ഡോക്ടറെ ചോദ്യം ചെയ്തുവെന്നും പോലീസ് സ്റ്റേഷനിൽ പോയി ആ ഗുണ്ടയെ ചോദ്യം ചെയ്യാൻ നിന്നതാണ്, ഞാനാ തടഞ്ഞത്. അവന് ഇങ്ങനെയൊക്കെ പെരുമാറേണ്ട കാര്യം എന്താ? കൃപയെ സ്വന്തം അനിയത്തിയായി കണ്ടതുകൊണ്ടല്ലേ ആ മോനെ ഇങ്ങനെയൊക്കെ ചെയ്തേ? ആ മോനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല എന്നൊക്കെ സുജയും പറയുന്നുണ്ട് കേട്ടോ. ഇതേസമയം കൺമണിയെ ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ ബലരാമനോടൊന്നുമല്ല ഈ കൺമണിയോടാണ് നന്ദി പറയേണ്ടതെന്ന് പറയാണ് കൃഷ്. ഇതൊക്കെ കേട്ട് കൺമണിയെ സുജ ചേർത്ത് നിർത്തി, നീ ഇല്ലായിരുന്നെങ്കിൽ മോളെ എൻ്റെ കൃപമോളുടെ കാര്യം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ബലരാമൻ കൺമണിയെ അലികയിൽ നിന്ന് പുറത്ത് ചാടിക്കാൻ വേണ്ടിയിട്ട് അലികയിലെ ഒരു പയ്യനെ കൂടെ നിർത്തിയിരുന്നല്ലോ, അപ്പോൾ ആ വ്യക്തിയെ കാണാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അത് മറ്റാരുമല്ല, വിദ്യ തന്നെയാണ്. ഇതേസമയം കൺമണിയെ അലികയിൽ നിന്ന് ചാടിക്കുക അത്ര എളുപ്പമല്ല ബലരാമൻ സാറേ. അവൾക്ക് എന്തോ ചെറിയൊരു ഭാഗ്യമൊക്കെ ഉണ്ട്. നമ്മൾ എന്തെങ്കിലും അവളെ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോഴേക്കും എങ്ങനെയെങ്കിലും അവളെ രക്ഷിക്കാൻ ഒരാളെത്തും. ഞാൻ 1-2 തവണ അതിന് ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ എന്തോ ഒരു ഭാഗ്യം അവൾക്ക് അവിടെ തുണയായി വന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ വിദ്യ. പക്ഷേ ഇനി അങ്ങനെ ആവില്ല. നമ്മൾ രണ്ടാളും വിചാരിച്ചാൽ അത് പുഷ്പം പോലെ നോക്കാവുന്നതേ ഉള്ളൂ. ഇനി ഒരു ഭാഗ്യവും അവളെ രക്ഷിക്കാൻ വരില്ല. അങ്ങനത്തെ ഒരു പൂട്ടുകൊണ്ട് അവളെ പൂട്ടണം എന്നൊക്കെ ബലരാമൻ പറയുന്നുണ്ട്. ഇതേസമയം കൺമണിയെ മാനസ് വിളിക്കുന്നുണ്ട്. മാനസ എന്തോ കൃഷിയും കൺമണിയും അടുപ്പത്തിലാണെന്നൊക്കെ വിചാരിച്ചോ മറ്റോ ആണോ എന്നറിയില്ല. അല്പം ദ്വയാർത്ഥമൊക്കെ കലർത്തിയാണ് കേട്ടോ സംസാരിക്കുന്നത്. ഇത് കേട്ട് ആകെ ടെൻഷനിൽ നിൽക്കുകയാണ് കൺമണി. ഇതേസമയം കൃഷി കൺമണിക്കരികിൽ വന്ന്, എന്താ കൺമണി ടെൻഷൻ അടിച്ച് നിൽക്കുന്നത്? എനിക്ക് ധൈര്യം തരുന്ന ആളല്ലേ, എന്നെ ആശ്വസിപ്പിക്കുന്ന ആളല്ലേ, നമുക്കൊന്ന് നടക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അവർ നടക്കാനിറങ്ങുമ്പോൾ കൺമണിയിൽ നിന്നൊരു വിളി കേട്ട് അവർ തിരിഞ്ഞു നോക്കുകയാണ്. ഒരാളാണെങ്കിൽ ദേഷ്യത്തോടെ നടന്നു വരുന്നത് അവർ കാണുന്നുണ്ട് കേട്ടോ. ഇത് കണ്ട് കൃഷി ആകെ പതറുന്നുണ്ട്. ഇനിയിപ്പോൾ വരുൺ കൺമണിയോട് എങ്ങനെയാണ്, കൃഷ്ണനോട് എങ്ങനെയാണ് പെരുമാറുക എന്നൊക്കെ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ അറിയാനായിട്ട് പറ്റും. കാരണം അത്ര ദേഷ്യത്തോടു കൂടിയാണ് കേട്ടോ വരുൺ വരുന്നത്. അപ്പോൾ ആ ഒരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.